ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സ്. നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ന്യൂ വീഡിയോയിൽ നിന്ന് ക്ലാസിഫൈ ചെയ്ത ഫോളോയിങ് ആസ് ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയലാണ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരെ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് നമുക്ക് ഇതിനകത്ത് ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക് പോളിനോമിയൽ ആദ്യമായിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എന്താണ് ലീനിയർ, എന്താണ് ക്വാഡ്രാറ്റിക്, എന്താണ് ക്യൂബിക് പോളിനോമിയൽ എന്നൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. എങ്കിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. ലീനിയർ പോളിനോമിയൽ നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. ഡിഗ്രി എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹയസ്റ്റ് എക്സ്പോണൻഷ്യൽ പവർ ഓഫ് ദ വേരിയബിൾ ആണ്. അത് കണക്ക് തന്നെ നമ്മൾ അതിൽ തന്നെയാണ് നമ്മൾ ലീനിയർ, ക്വാഡ്രാറ്റിക്കും ഒക്കെ വരുന്നത്. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് ദ, അതായത് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി, വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ഹയസ്റ്റ് പവർ ഓഫ് ദ ടേം 1 ആണെങ്കിൽ അതിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. നേരെ മറിച്ച് നമ്മൾ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി എത്ര ആയിരിക്കും? നമുക്ക് 2 ആയിരിക്കും. ലീനിയറിന്റെ നമ്മൾ ഡിഗ്രി 1 ആയിരിക്കും, ക്വാഡ്രാറ്റിക്കിന്റെ ഡിഗ്രി 2 ആയിരിക്കും. പിന്നെ അത് കണക്ക് തന്നെ ക്യൂബിക്കിന്റെ നമുക്ക് എന്തായിരിക്കും? 3 ആയിരിക്കും ഡിഗ്രി, അല്ലേ? ഡിഗ്രി 3 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ലീനിയർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പൊ 2x എന്ന ടേം എടുക്കുവാണെങ്കിൽ നമ്മൾ എക്സിന്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് 1 ആയിരിക്കും. നേരെ മറ്റേ ക്വാഡ്രാറ്റിക് ആണ് ഡിഗ്രി 2. അപ്പൊ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2, ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും, അല്ലെ? ഇതിന്റെ 1 ആയിരിക്കും ലീനിയറിന്റെ, ഇതിന്റെ 2 ആയിരിക്കും. ക്യൂബിക് പോളിനോമിയലിന്റെ ആണെങ്കിലോ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 1, ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കും? എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് 3 ആയിരിക്കും, അല്ലെ? അപ്പം പവർ എന്ന് പറയുന്നത് നമുക്ക് 3 ആയിട്ട് വരുന്ന, ഡിഗ്രി 3 ആയിട്ട് വരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. പിന്നെ ഹയസ്റ്റ് പവർ ഡിഗ്രി 2 ആയിട്ട് വരുന്നതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് പറയും. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് പവർ 1 ആയിട്ട് വരുന്നത്, അതായത് ഡിഗ്രി 1 ആയിട്ടുള്ളതിനെ നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്നും, ഡിഗ്രി 2 ആയിട്ടുള്ളതിനെ ക്വാഡ്രാറ്റിക് എന്നും, ഡിഗ്രി 3 ആയിട്ടുള്ളതിനെ ക്യൂബിക് പോളിനോമിയൽ എന്നും ഒക്കെ പറയുന്നു, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ്. അത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പൊ നോക്കിക്കേ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, ഇതിന്റെ ഹയസ്റ്റ് പവർ എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്, അല്ലെ? ഇതിന്റെ 1 ആണ് വരുന്നത്, ഇതിന്റെ 2 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്ത് പോളിനോമിയലാണ്? ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അല്ലെ? അപ്പൊ അതെന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി ഇതിനെ നോക്കിക്കേ, ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇതിന്റെ 1 ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഹയസ്റ്റ് പവർ വരുന്നത് 3 ആണ്, അല്ലെ? അപ്പൊ ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്താണ് പറയുന്നത്? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. ഡിഗ്രി 3 ആയിട്ടുള്ളതിനെ നമ്മൾ എന്താ പറയുന്നത്? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. ഇവിടെ നോക്കിക്കേ, y-യുടേത് 1, ഇതിന്റെ 2, അപ്പൊ ഇതിന്റെ 2 ആണ് വരുന്നത്. ഹയസ്റ്റ് പവർ വരുന്നത് എന്താണ്? 2 ആണ്. അങ്ങനെയുള്ള പോളിനോമിയൽ നമ്മൾ എന്താ കണ്ടിരുന്നത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അല്ലെ? അതും ക്വാഡ്രാറ്റിക് ആണ്. ഇനി നോക്കിയേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ വേരിയബിളിന്റെ പവർ എത്രയാണ് വന്നിരിക്കുന്നത്? ഇവിടെ പവറും തരാത്തതുകൊണ്ട് അത് 1 ആയിട്ട് കരുതും. അപ്പൊ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ എന്തെന്ന് പറയും? ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ, ഇത് നോക്കിക്കേ, 3t എന്ന് പറയുന്ന വേരിയബിൾ, ടി എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് പവർ തന്നിട്ടില്ല. അപ്പൊ അതും ഇതുപോലെ തന്നെ എഴുതാം, 1 ഇടാം. അപ്പൊ എന്താണ്? പവർ 1 ആയിട്ടുള്ള, ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ എന്തെന്ന് പറയും നമ്മള്? ലീനിയർ പോളിനോമിയൽ. എന്താണ്? ലീനിയർ പോളിനോമിയൽ. നോക്കിക്കേ, ആർ സ്ക്വയർ തന്നിട്ടുണ്ട്, ഇതിന്റെ ഡിഗ്രി എത്രയാണ്? ഈ വേരിയബിൾ ആറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ എന്തെന്ന് പറയാം? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നോക്കിക്കേ, ഇവിടെ 7x³, ഇതിന്റെ പവർ ഏതാണ് തന്നിരിക്കുന്നത്? ഡിഗ്രി ഏതാണ്? 3 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എന്താ പറയാ? ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ക്യൂബിക് പോളിനോമിയൽ.
ക്ലിയർ ആയല്ലോ അല്ലെ? അതായത് ക്വാഡ്രാറ്റിക്കും ക്യൂബിക്കും ലീനിയറും ഒക്കെ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമുക്കറിയാം. ഡിഗ്രി 1 ആയിട്ടുള്ളത് ലീനിയറും ഡിഗ്രി 2 ആയിട്ടുള്ള ക്വാഡ്രാറ്റിക്കും ഡിഗ്രി 3 ആയിട്ടുള്ളത് ക്യൂബിക് പോളിനോമിയലുമാണെന്ന് അറിയാം അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.